അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടോ. കസ്റ്റമറും ഹാപ്പി, നമ്മളും ഹാപ്പി. ഗൈസ് 5 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ. മുതലാളിക്ക് എങ്ങനെയായിട്ടും കൂലി വെക്കണില്ല. അപ്പോൾ കുളി നല്ല ഒരു കുളി വാസാക്കിയിട്ട് തൂത്തപ്പോയെന്ന് അവസ്ഥ. ഹലോ, വെൽക്കം ബാക്ക് ടു ഋഷി വേൾഡ്. എന്തൊക്കെ വേട്ടോ, റാഹത്തല്ലേ? ഇന്ന് സ്പെഷ്യൽ വ്ളോഗാട്ടോ. ഇന്ന് ജസ്സിൻ്റെ അടുക്ക് പോകണതോ അമ്മായിയോട് പോകണോ മൂത്തമാട് പോകണമെന്നല്ല. ഇന്ന് എൻ്റെ വർക്ക് എന്താ എല്ലാവർക്കും അറിയാം. ഞാൻ ഇലക്ട്രീഷ്യനാണ്, വയറിങ്ങിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കാർഗോൻ്റെ ഡെലിവറിൻ്റെ വണ്ടിയിലും പോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആണ് വീഡിയോ. നമ്മൾ ഇന്ന് കാർഗോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, വണ്ടി ഗൾഫിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പോൾ അതൊക്കെ ഡെലിവറി ചെയ്യാം. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ടാണ് ഇന്ന്. അടിപൊളി വീഡിയോ കേട്ടോ. നല്ല പേര് പോയി വെക്കുക, കണ്ടുവെക്കുക. നമ്മളെ ഒരു 10-30 ബില്ലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് റിട്ടേൺ വരാൻ കഴിയില്ല. കാരണം നമ്മളപ്പം ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചിലപ്പോൾ അവിടെ വണ്ടിയിൽ സ്റ്റേ അടിച്ചിട്ട് നാളെ വരേണ്ടി വരും. ചിലപ്പോൾ ഉച്ചയാവും, ചിലപ്പോൾ രാത്രിയാവും, ഒക്കെ ഉണ്ടാവും. കാരണം നമ്മളെ ബില്ലിനനുസരിച്ചാണ്. നമുക്ക് സാധാരണ കണ്ണൂർ കോഴിക്കോട് ആ റൂട്ടാണ് കിട്ടില്ല. ഇന്ന് കിട്ടിയത് പാലക്കാട് മലപ്പുറം റൂട്ടാട്ടോ. എല്ലാ സ്ഥലത്തും കൊണ്ട് ഓൾ കേരള ഡെലിവറിയാണ്. അപ്പം നമ്മൾ പോയ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളൊക്കെ അറിയാം ഓരോ പോക്കിലും. ഇന്ന് മലപ്പുറം പാലക്കാട് ഞങ്ങൾ സാധാരണ ഉൾപ്പെടുത്തില്ല വീഡിയോ. ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിച്ചാൽ വിചാരിച്ചിട്ട് ഇന്നൊരു വ്ളോഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ പോയി വെക്കാം. നമ്മളെ വണ്ടി ഇവിടെ നമ്മൾ സൈഡാക്കിനെ. നമ്മളെ വേറൊരു പാർട്ണറും കൂടി ഉണ്ട് നമ്മളവിടെ വെയിറ്റ് ആക്കണേ. പോനും കൂട്ടിയിട്ടാണ് നമ്മൾ പോക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യാം. കുറേ നേരമായി വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ബില്ല് ചെയ്താ ഗായ്സ്, നമ്മളെ വണ്ടി ഫുള്ള് ലോഡാട്ടോ. സാധനം കൊണ്ട് വലിച്ചു പോകണല്ലോ 2 ജില്ല അല്ലേ. ഹലോ മുത്തുമണികളെ, അപ്പം നിങ്ങൾ സാധനങ്ങൾ കണ്ടില്ല, ഫുള്ള് ലോഡാട്ടോ വണ്ടി. നല്ല പ്ലാൻ, കാരണം നല്ല ലോഡ്, ഹെവി വെയിറ്റ് ആണ്. അപ്പം നമ്മളിന്ന് പോണത് നിങ്ങൾക്ക് അറിയാലോ, മലപ്പുറം പാലക്കാടാണ്. അപ്പം പിന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മളെ വർക്കിംഗ് പാർട്ട്ണറാണ്. ഇതിൽ പോണ സമയത്തൊക്കെ നമ്മളെ കൂടെ വരുന്നതാണ്. അവൻ്റെ പേര് റിസ്വാന്. അപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിൽ അരിമ്പ്ര എന്ന സ്ഥലത്തുള്ള കേട്ടോ നമ്മളെ കൂട്ടുകാരനാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ചെക്കനെ കല്യാണം നോക്കുന്നുണ്ട് കേട്ടോ. നല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് അറിയിക്കുക. പിന്നെ ഭയങ്കര നാണക്കാരനാണ്, ഭയങ്കര മഴ ഫേസ് എന്തിനും ക്യാമറക്കൊക്കെ ഫേസ് ചെയ്യാൻ. അപ്പോൾ ചെക്കനെ പിടിച്ചാണ്ട് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പോയൊക്കെ അല്ലേ, എന്തായാലും ഫസ്റ്റ് ഡെലിവറി നമുക്ക് കുട്ടിക്കര വരുന്നത്. നമ്മളെ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു ട്രിപ്പിൾ സീറ്റ് വരും. ആ സീറ്റിൽ നിന്ന് നമ്മൾ ഓരോരുത്തർ നമ്മളെ കസ്റ്റമറിനെയൊക്കെ വിളിച്ചിട്ട് ഓരോ ലൊക്കേഷനും കാര്യങ്ങളും വാങ്ങാം, നമ്മൾ പോവാ ഡെലിവറി ചെയ്യാം. അതാണ് നമ്മളെ പരിപാടി. അപ്പം ഫസ്റ്റ് ഡെലിവറി തന്നെ കുട്ടിക്കര ഭാഗത്ത്, ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയി വെക്കാം കേട്ടോ. സെറ്റ്. ഇങ്ങനെ നമ്മൾ കൊണ്ടോട്ടി അങ്ങാടിയുള്ള എത്തിയിരിക്കുന്നു ഗായ്സ്. ഇനി നമുക്ക് ആദ്യം പോയിട്ട് ഡീസൽ അടിക്കണം, എന്നിട്ട് യാത്ര തുടരാം. നമ്മളെ അങ്ങാടി നമ്മളെ ഹോം ടൗൺ ആണ് കേട്ടോ. അത് കൊണ്ടോട്ടി നമ്മളെ ഹോം ടൗൺ. നമ്മൾ ഡീസൽ അടിക്കാം. ഒരു 100 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ലാവശ്യമായിക്കോട്ടെ. ഗായ്സ്, നമ്മൾ 3000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് എണ്ണായിട്ടുണ്ട് ഗായ്സ്. ഇത് ഏകദേശം നമുക്ക് നാളെ ചിലപ്പോൾ അടിക്കേണ്ടി വരുള്ളൂ. നമ്മൾ പോയി തിരിച്ചു കഴിയുമ്പോൾ ഏകദേശം 1000, 650, 700 കിലോമീറ്ററൊക്കെ താണ്ടും. ചിലപ്പോൾ അതിൽ കൂടുതൽ പോകും. അപ്പം നമുക്ക് എണ്ണ മതിയാകില്ല. പിന്നെ ഹെവി വെയിറ്റും അല്ലേ. അങ്ങനെ എന്തായാലും അത്യാവശ്യം മൈലേജ് ലോഡ് ഇറക്കാതെ കിട്ടൂല. നമ്മൾ വീട്ടിലെത്തി. ലൊക്കേഷൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ട് നമ്മളെ നാടൻ ആയതുകൊണ്ട് അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടോ. കസ്റ്റമറും ഹാപ്പി, നമ്മളും ഹാപ്പി. പിന്നെ ചില ആളുകൾ നമ്മൾ ഈ സാധനം ചോദിക്കുന്ന സമയത്ത് ലൊക്കേഷൻ ഇടാൻ ചിലപ്പോൾ അറിയില്ല. അപ്പം അറിയാഞ്ഞാലും അറിയില്ല എന്ന് പറയില്ല, അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇത് അറിയാത്തതുകൊണ്ട് എന്നിട്ട് അവിടെ എവിടെ എന്നൊക്കെ പറയാണ്ട് കുറേ ചിലർ ബുദ്ധിമുട്ടാകും. ചിലർ അടിപൊളിയായി. കാരണം ചിലർ ഇതേമാതിരി ചായ പൈസ ഒക്കെ തരും കേട്ടോ.
ഒക്കെ നമ്മളെ ഇതുപോലെ ഇരിക്കും, നസീബ് പോലെ ഇരിക്കും. പിന്നെ എല്ലാവരും തരും, നമുക്കങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. തരുന്നവർ വാങ്ങാം, ഇല്ലെങ്കിൽ പോവാം. അപ്പം അടുത്ത ഡെലിവറി. അപ്പോൾ എത്ര ഉള്ളൂ, ഇതൊക്കെയാണ് പരിപാടി. പോയി വെക്കാം. നമ്മൾ ചീക്കോട് ഭാഗത്താട്ടോ അടുത്ത ഡെലിവറി. ഇപ്പോഴത്തെ ഈ പ്രശ്നസ് നോക്കണേ, കുറച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ കളുട്ടണ്ടത്തിൽ ഇറങ്ങിയ കാര്യമൊക്കെ, കുറച്ചൊക്കെ ആകെ പൊടി കാര്യമൊക്കെ ഒരു കഥയൊക്കെയാണ്. അപ്പം ചീക്കോട് ഭാഗത്താണ് ഡെലിവറി. ചില വീടിക്ക് എത്തിപ്പെടാൻ ഭയങ്കര റിസ്ക്. ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് സാറ്റലൈറ്റ് കറക്റ്റ് കിട്ടാത്തടത്താകുമ്പോൾ നമുക്ക് കുറേ ചോദിച്ചറിഞ്ഞ് അങ്ങനെ പോകേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലത് പിന്നെ പെട്ടെന്ന് കിട്ടും, ഈ റോഡ് സൈഡിലൊക്കെ വീടുള്ളത്. അങ്ങനെ ഏതായാലും അതിൻ്റേതായിട്ട് പണിക്കുള്ള റിസ്കുകളും സുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഒക്കെ ശരിയാവുന്നേ. ഞാൻ പോയൊക്കെ ഏതായാലും ചീക്കോട് അരീക്കോട് ഭാഗത്തപ്പള്ള ഇട്ട് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ കേട്ടോ. പണിയൊക്കെ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കാൻ തന്നെ നമ്മൾ പണിയെടുക്കണേ. ആദ്യം ഭക്ഷണം, പിന്നെ വർക്ക്, ഫുഡ് മുക്കാം അല്ലേ? മീൻകറിയും പൊറോട്ടയും. ഇപ്പം എന്താ കഴിക്കണേ? ദോശ പറ്റും. സെലിബ്രിറ്റിയാണ് ദോശ കഴിക്കാറുള്ളൂ. ഉപ്പുരപ്പുരം എത്തിട്ടോ. അവിടെ ചായ അടിച്ചിറങ്ങിയ ഇനിയും അടുത്ത യാത്രയിലേക്ക്. സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന വീട്ടിൽ ഇപ്പം നമ്മൾ ചായ അടിച്ചിട്ട് ഇറങ്ങി അവിടെ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് മുന്നോട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഓരോ ആൾക്കാർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിൽ. ഇങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം. നമ്മളെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കണോണ്ട് നമ്മൾ ചെയ്യുന്നത് മാപ്പിളപ്പാട്ടായിട്ടായിരിക്കും. ഒരുപാട് ആളുകൾ നമ്മളെ ഫേസ് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ശരി, അവൻ പറഞ്ഞാൽ ശരി. ഓനെ ഓടെ പോയാലും ഏത് വയസ്സൊന്നും വയസ്സൊന്നുമല്ലോ, ചെറുപ്പക്കാരും തിരിച്ചറിയുന്നുണ്ട്. ചെറുപ്പക്കാരും അറിയണ്ട്. പക്ഷെ കൂടുതലും പ്രായമുള്ള ആളുകളല്ല നമ്മുടെ വീഡിയോസ് കാണുന്നത്. തിരിച്ചറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കൂടുതൽ സന്തോഷം. എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നുണ്ട്. എന്തായാലും നല്ല സന്തോഷം ഒരുപാട്. ഇനിയും ഇതേപോലെ ഏറ്റെടുക്കുക, ആളുകൾ കാണുക, നല്ല നല്ല പാട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇനിയും ചെയ്യും. അപ്പം പോയൊക്കെ അടുത്ത ഡെലിവറി നമുക്ക് അടുത്തുകൂടെ ഇടാം. അടുത്തത് അരീക്കോട് ഭാഗത്ത് തന്നെ കേട്ടോ. അപ്പം ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഇനി ഫുഡായി ഉച്ചക്കൊക്കെ ആകുമ്പോൾ ഇനി എപ്പോഴും ഇത് വീഡിയോ നമുക്ക് സെറ്റാകുമ്പോൾ ടൈം ഒരുപാടാവും. നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ ഡിലേ ആവുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ മാക്സിമം പകർത്താൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ പോയൊക്കെ കേട്ടോ. തീർച്ചയായും ചത്തു പകുതി ജീവൻ തീർന്നു. എമ്മോ വെയിലാണ്, പിടുത്തം പെട്ട ചൂട്. ഏതായാലും ശവായ പീങ്ങി വരെ രണ്ടാൾക്കാരെ പീങ്ങിയിട്ടുണ്ട്. എന്തായാലും ആനക്കാണിൻ്റെ വലിപ്പമുള്ളതായിരിക്കും. ഞാൻ ഇത്ര വലിയ ഫേമസ് ആയി ഞാനും അറിയില്ല. എല്ലായിടത്തും നമ്മളെ ആൾക്കാർ തന്നെ. ആരും നോക്കാൻ വയ്യ, കാണാനും വയ്യ. എന്താ ചെയ്യുക, എന്താ പറയുക. ഏതായാലും നല്ല ചൂട്. 1 മണിയായിട്ടുള്ളൂ. മാതിരി ചൂടാണ്. ഈ പാലക്കാടൊക്കെ കയറണം. ഇനി ഇതിലും കഷ്ടമേ കയറാം. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആവുമെന്ന് വിചാരിക്കണം. എന്തായാലും പോയി നോക്കുക അവസ്ഥ. പിന്നെ ഏതിൻ്റെ പണിക്കാരും അതിൻ്റെതായിട്ട് റിസ്ക് ഉണ്ടാവില്ലേ, അത്ര നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിലും കഷ്ടപ്പെടുന്ന അത്ര ആൾക്കാരുണ്ട്. ആകെ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമറൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ടോ. മുട്ടായും വെള്ളവും ചായയും ജ്യൂസൊക്കെ ആയിട്ട് എല്ലാവരും നല്ല സഹകരണം, നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ് എല്ലാവരും കേട്ടോ. ഇവിടെ ജില്ല മാത്രമല്ല, പൊതുവേ നമ്മളെല്ലാ ജില്ലയിലും ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ നല്ല സ്നേഹമാണ്. നമ്മൾ സാധനം കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് വെള്ളത്തിന് ജ്യൂസും കാര്യങ്ങൾ നമുക്ക് ടിപ്പായിട്ട് വരെ പൈസ ആയിട്ട് വരെ തരുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാരാണ്. നമുക്ക് സന്തോഷമാണ്. അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ല, അടിപൊളി. അതാണ് പിന്നെ ഒന്നാമത് നമുക്ക് പിന്നെയും പോരാനുള്ള ഓരോ പ്രചോദനം. സെറ്റാണ്. അങ്ങനെ നിലമ്പൂർ കനോലി ഫോർട്ട് നമ്മൾ താണ്ടുകയാണ് ഗായ്സ്. ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. ഫുഡ് കഴിക്കണത് എടുക്കാൻ മറന്നുപോയി. സമയം 3:30. പെട്ടെന്ന് ഓടി കയറിയതാ. അപ്പോൾ ഇവിടുത്തെ നമ്മളെ നിലമ്പൂർ ഒരു ഹോട്ടലിലാട്ടാ. ഒക്കെ പകുതി കുറഞ്ഞിട്ടാ. ഇതൊന്നും ഏകദേശം നമ്മൾ പാലക്കാടൊക്കെ കയറാനാകുമ്പോഴേക്കിന് ഏകദേശം വണ്ടി ലെവലിൽ ബോഡി ലെവലിൽ നമ്മൾ സാധനമാവും. ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇറങ്ങി നമ്മൾ കയറിയ ഹോട്ടലാണ്. ഏകദേശം നിലമ്പൂർ റോഡാട്ടോ. നിലമ്പൂർ കഴിച്ച് ഇങ്ങനെ 10 മിനിറ്റ് വിശ്രമം കേട്ടോ. യാത്ര, ഫുഡ്, വിശ്രമം. ഈ 3 ഇല്ലെങ്കിൽ നമ്മളെ പരിപാടി എടുക്കൂല കേട്ടോ. ഒരു സംഭവമായിരുന്നു. അത്രയും വെയിലുണ്ടിട്ട് വെയില അവസ്ഥയാണ്. റെസ്റ്റില്ലാത്തൊരു പരിപാടിയില്ല. ആകെ മുഷിഞ്ഞ് ആകെ നാശമാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കഥ. അപ്പം ഇന്നിപ്പോൾ ഏകദേശം വൈകുന്നേരമായി.
ഒരു 15 ഡെലിവറിക്ക് നമ്മൾ ചെയ്തില്ലേ? മൊത്തം 20 ഡെലിവറി ചെയ്തു മൊത്തത്തിൽ. ടോട്ടൽ നമ്മൾ 20 ഡെലിവറി ചെയ്തു. പിന്നെ നമ്മുടെ ടാർഗറ്റ് തന്നെ ഒരു ദിവസം 25 ഒക്കെയാണ്. നമുക്ക് ഏകദേശം 48-47 ബില്ലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ദിവസം മാക്സിമം ഡെലിവറി ചെയ്യാൻ നോക്കും. രണ്ടാമത്തെ നമ്മൾ റിസ്ക് കുറയും. അതാണ്. അപ്പം വണ്ടിയിൽ ലോഡും കുറയും. അപ്പം മാക്സിമം നമ്മൾ ശ്രമിക്കും. ഇന്ന് എന്തായാലും രാത്രിയാകുമ്പോൾ നമ്മൾ ഏകദേശം 20 ലോഡൊക്കെ അല്ല 25-30 അടുത്തൊക്കെ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇറങ്ങട്ടെ ഗൈസ്. 10 മിനിറ്റ് കഴിഞ്ഞ്. അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ടൈം നമ്മളെ അടുത്ത് വളരെ കുറവാണ്. രാത്രി ഒരു 9-ന് ശേഷം നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റില്ല, കാരണം വീട്ടിലൊക്കെ ബുദ്ധിമുട്ടാക്കുന്നത് മോശമല്ല വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം 9 മണി വരെയൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വെള്ളം സൈഡാക്കും, കിടന്നുറങ്ങും, പിന്നെ രാവിലെ. അതൊക്കെ നമ്മളെ പരിപാടി. അപ്പം നമ്മൾ പോയി വെക്കാം. സമയം അതിക്രമിച്ചു ഗൈസ്. അപ്പോൾ നമ്മളെ നിലമ്പൂരിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം നൽകിയ ബോർഡാണ് കേട്ടോ. പോയി വെക്കാം ഫുള്ള് ഗൈസ്. അതാണ് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പറഞ്ഞ സംഭവം കേട്ടോ. ഇത് ഡാം കണ്ടിട്ടുണ്ടാവും ആളുകൾ കാണാത്തവർക്കായിട്ട് നമ്മൾ സമീപിക്കുന്നു. വെള്ളം കുറവാണ് ഇപ്പോൾ. ഓക്കെ മമ്മി എവിടേക്കൊക്കെ ഉണ്ട്? അങ്ങനെ മക്കളെ നമ്മൾ ആൾട്ടാക്കാനായിട്ടോ. സമയം 10 മണി ആനായി. ഇനി നമ്മളെ ഡെലിവറിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇനി എവിടെയും സൈഡാക്കിയിട്ട് നല്ല സ്ഥലം നോക്കിയിട്ട് കിടക്കണം. ബാക്കിൽ ബോക്സൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ബാക്കിൽ ഞാൻ പോയിട്ട് കിടക്കും. ഇവനിത് ഈ സീറ്റിൽ ഇവിടെ ഇങ്ങനെ കിടക്കല കേട്ടോ. അതുകൊണ്ട് വേക്കിക്ക് വരില്ല, കൊതുകാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇനി ഫുഡ് അധികം കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ നമ്മളെ ഡെലിവറിയൊക്കെ ഏകദേശം 30 ബില്ല് നമ്മൾ ടാർഗറ്റ് ഫുള്ളാക്കിയാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ ഗായ്സ് രാവിലെ തന്നെ എണീച്ചു. പിന്നെ ഇന്നലെ കുഴപ്പമില്ലാതെ ഉറങ്ങിപ്പോയിട്ട് രാത്രി 6 മണിയായി. അപ്പം ഇവിടെ ഒരു കുളമുണ്ട്, അവിടെ ഒന്ന് കുളിച്ചിട്ട് നല്ല വെള്ളമാണെങ്കിൽ അവിടെ കുളിച്ചും, അല്ലാണെങ്കിൽ നമ്മൾ തൂതപ്പോയ പോകുന്ന അവിടെ സൈഡാക്കിയിട്ട് അവിടെ ഒന്ന് കുളി പാസ്സാക്കിയിട്ട് നേരെ ഡെലിവറി. അപ്പോൾ ഇന്നലെ ഏകദേശം നമ്മൾ 30 ഡെലിവറി ചെയ്തിന് ഇന്ന് രാവിലെ. ചെക്കൻ ഇവിടുന്ന് ഇന്ന് കുളിച്ച് രാവിലെ തന്നെ സെറ്റാക്കി കേട്ടോ. പക്ഷെ എനിക്ക് വെള്ളം ഒരു സുഖം കിട്ടില്ല. പിന്നെ ഏതായാലും നമ്മൾ തൂതപ്പോയ ഭാഗത്തേക്കാണ് പോണേ. നമ്മൾ പിന്നെ ഏതായാലും ആ പോയിൻ്റെ അവിടെ സൈഡാക്കിയിട്ട് കുളിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇവിടുത്തെ കുളി ഞാൻ ക്യാൻസലാക്കി ഇരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഞാൻ തൂതപ്പോയി അവിടെ സൈഡാക്കിയിട്ട് അവിടെ കുളിച്ചടിച്ചിട്ട് അങ്ങനെ നമ്മൾ തിരിക്കുകയാണ്. ഇഞ്ചിന് തൂതപ്പോയെന്നും കുളിച്ചോ? പിന്നെ എന്തിനാ ഇവിടുന്ന് വിളിച്ചേ? അത് വെള്ളം അവിടെ നല്ല അടിപൊളി ഏരിയയാണ് അതായത് കിട്ടിയ നമുക്ക്. അവിടുത്തെ വെള്ളം അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല. എന്തായാലും നമ്മൾ ഇനി അടുത്ത ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ തൂതപ്പോയി ആ ഭാഗത്തേക്ക് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ മുകളിൽ സൈഡാക്കിയിട്ട് താഴെ പോയിട്ട് നല്ലൊരു കുളി പാസ്സാക്കും. അങ്ങനെ ഇന്ന് രാത്രി ആകുമ്പോൾ നമുക്ക് ഏകദേശം 24 ബില്ലും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് കൊടുത്തിട്ട് രാത്രി ആകുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകും ഗായ്സ്. തൂതപ്പോയാലട്ടോ നമ്മളന്നത്തെ കുളിച്ചിട്ടൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ ഏതായാലും ഇവിടുന്ന് കുളിച്ചിട്ട് അങ്ങനെ കയറും. സെറ്റ്. അപ്പോൾ കുളി നല്ല ഒരു കുളി പാസ്സാക്കിയിട്ട് തൂതപ്പോയെന്ന്. അപ്പോൾ നമ്മളെ കുളി നനക്ക് കഴിഞ്ഞിട്ടോ. ഇനി പോവാ ഫുള്ള് ജഗ പോകാം. വൈകുന്നേരം ആകുമ്പോഴേക്കിന് നമ്മളെ പരിപാടി ഏകദേശം തീർക്കാം. അപ്പോൾ നമ്മളെ കുളി കാര്യങ്ങളൊക്കെ എല്ലാം തീർന്ന് ഇനി ഫുഡ് കഴിക്കുക, നേരെ വിടുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഒടുവിൽ പൊറോട്ടയും ബീഫും മേടിക്കാൻ ഞങ്ങളുടെ ഇവിടെ ഹോട്ടലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയ സുഹൃത്തും അരിസ്വാനും കൂടെ ഉണ്ട്. ബീഫ് തട്ടുന്ന തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞാൽ ജുമ്മയുണ്ട്. പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുകയാണ് ഗായ്സ്. 5 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ. മുതലാളിക്ക് എങ്ങനെയായിട്ടും കൂലി വെക്കണില്ല, മുതലാളി നഷ്ടത്തിലാണ്. പാലക്കാട് ഭയങ്കര ചൂടാട്ടോ. നമ്മുടെ മലപ്പുറത്തെ ചൂടൊന്നും ഒന്നുമല്ല. ഇവിടെ വന്നാൽ ഭയങ്കര ചൂട്. നമ്മൾ ഇന്നലെ ഫുള്ളിപ്പോൾ മലപ്പുറമല്ലേ ഡെലിവറി. ഇത്ര ചൂട് അനുഭവിച്ചില്ല അല്ലേ? ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്.
വെയിലത്തൊക്കെ പണിക്കണം സമ്മതിക്കണം കേട്ടോ. നമ്മൾ ഇതിനുള്ളിൽ ഇത്ര ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഇത്ര ചൂടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ അവസ്ഥ ലയിച്ച നമ്മളെ അരിയൂർ ഇമാം മസ്ജിദിനാട്ടോ പോയോ ഒന്ന് കാണൂ ഗായ്സ്. അടിപൊളിയല്ലേ? എന്ത് മനോഹരമാണ്. വിശന്നപ്പോൾ ചോറ് വീഡിയോ എടുക്കാനൊക്കെ മറന്നു ഗായ്സ്. അടിപൊളി ഫുഡ് കേട്ടോ. പാലക്കാട് കറിയിലൊക്കെ കുറച്ച് എരിവ് കൂടുതലാണ്, പക്ഷേ നമ്മൾ ശീലമില്ലാത്തതുകൊണ്ടാണ് ശരിയായിക്കോളുന്നത്. നല്ല അടിപൊളി ഫുഡ് അടിപൊളി. നമ്മളൊരു സാധാരണ നോർമൽ ഹോട്ടലിൽ കയറണ്ടല്ലോ, ഒരു ആവറേജ് നമുക്ക് ബഡ്ജറ്റ് നല്ല അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അടിപൊളി. നല്ല നമ്മൾ ഫുഡിന് ഒരു പഞ്ചില്ല. മെയിനായിട്ട് ഷാപ്പ് പോയിനോ? മനോഹരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ തങ്ങൾ കാണുന്നത്. ഇത് പാലക്കാടിന്റെ മണ്ണാണ്. പാലക്കാടിന്റെ ഹൃദയമിടിപ്പിലാണ് നമ്മളുള്ളത്. എന്ത് നാച്ചുറൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഓ എന്ത് നാച്ചുറൽ കുളം, ആ എന്ത് രസം. ഇതൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ കാണാൻ കിട്ടുമോ? നമ്മളവിടെ കൃഷികളോ ഇങ്ങനത്തെ നടുവ് കൂടെ ഇങ്ങനെ റോഡുകൾ, തോടുകൾ, കായലുകൾ, എന്ത് രസമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, നല്ല തണുത്ത കാറ്റ്, അടിപൊളി ഏരിയ കേട്ടോ. ഇത് ഓഫ് റോഡാണ്, ഓൺ റോഡാണ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വണ്ടി. എന്താടാ എൻ്റെ അടുത്തേക്ക് വരും അതിൻ്റെ ഒപ്പമുള്ള വിചാരിച്ചാണ്ട്. ഇത് റോഡൊക്കെ ഉണ്ടായിരിക്കൂലേ? ലൊക്കേഷൻ ഇവിടെയൊക്കെ കാണിക്കുന്നത്. ഇപ്പം റോഡ് എൻഡ് എന്ന് അറിയും ലൊക്കേഷൻ്റെ പെണ്ണ്. അപ്പോൾ തിരിച്ചു പോവാം. പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പെട്ടിരിക്കുന്നു ലൊക്കേഷൻ എൻഡ്. അങ്ങോട്ട് റോഡ് ഉണ്ടോ നോക്കാൻ പോട്ടെ. അവൻ പോയിക്കണ് ഉണ്ടെങ്കിൽ അപ്പുറം കിടക്കും, അല്ലെങ്കിൽ ഇവിടെ കിടന്നിറങ്ങേണ്ടി വരും. ഇത് പിന്മാറാണ് കേട്ടോ ഗൈസ്. ഇത് നടക്കില്ല. നമ്മളെ വണ്ടി എന്തെങ്കിലും പോലെ വെറുതെ നമ്മളെ കമ്പനിക്കും നമ്മളെ വണ്ടിക്കും പരിക്കുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പിന്മാറിയിട്ട് ഹൈവേ കൂടെ അതോ റോഡുണ്ട്, അതിലെ വഴി പോവുകയാണ്. ഓക്കെ നാട്ടിലെ കോഴിക്കോട് നടക്കുന്ന പോലെ ഇവിടെ മൈലാൾ നടക്കുന്നത് എന്താ ഒക്കെ പെൺമയിലാണല്ലേ? ആൺമയിൽ ഒറ്റൊന്നുമില്ലല്ലേ? അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ ഡെലിവറി മൊത്തം തീർന്ന്. നമ്മൾ എന്നത്തെ പോലെ ഇന്ന് കുറച്ചല്ല നല്ലോണം റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ലേറ്റായി. നമ്മൾ ഇത്ര ലേറ്റ് ആയാലില്ല. സാധാരണ ഇന്ന് 55 ബില്ലുണ്ടേന്. അത് നല്ല നല്ല ലോങ്ങുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ ക്ലോസ് ആക്കാം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ദിവസങ്ങളിൽ ഇനിയും വരും ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മളെ പുതിയ ചാനൽ നമ്മളെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ അതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.